രാജിക്ക് പിന്നാലെ വിശദീകരണവുമായി എത്തിയിരിക്കുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ്. സമരം ചെയ്ത വിദ്യാർത്ഥികളെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചെന്നും രാജ്യസന്നദ്ധത താനാണ് പ്രധാനമന്ത്രി അറിയിച്ചതെന്നുമാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത്. ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ തുടർന്ന് ജൂലൈ 25-നാണ് ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത്. അൽത്താഫ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അൽത്താഫെ, ഗുഡ് മോർണിംഗ്. ഒരു മാസത്തിലേറെയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ജന്തർ മന്ദറിൽ CJP പ്രതിഷേധം നടത്തിയത്. ആ ഒരു മാസക്കാലവും ഈ സമരങ്ങളെയൊക്കെയും വെല്ലുവിളിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ ആ വകുപ്പിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ നിക്കക്കള്ളിയില്ലാതെ രാജി വയ്ക്കേണ്ടി വന്നു. ഇപ്പോൾ ആ രാജി വെച്ചത് സ്വന്തം തീരുമാനപ്രകാരമാണെന്ന് ന്യായീകരിക്കുകയാണോ പ്രധാൻ? ഏതും രാജിക്ക് ശേഷം ആദ്യമായിട്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇങ്ങനെ ഒരു വിശദീകരണവുമായിട്ട് അല്ലെങ്കിൽ പരസ്യ പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള ഒഡീഷയിൽ വെച്ച് തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിയിലേക്ക് എത്തിച്ച കാരണങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് താൻ രാജിവെച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം വെള്ളിയാഴ്ചയും ഇന്നുമൊക്കെ ആയിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിലാണുള്ളത്. ഒഡീഷയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു പ്രത്യേക സമ്മേളനത്തിലാണ് അദ്ദേഹം തൻ്റെ രാജിയെക്കുറിച്ച് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുള്ളത്. രാജ്യത്തെ ജെൻസി വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികളാണെന്നും അവരോട് തനിക്ക് യാതൊരു അഭിമാന പ്രശ്നമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലെന്നും അവരുടെ ആവശ്യം താൻ തന്നെയാണ് അംഗീകരിച്ചതെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സമരം ആരംഭിച്ച് സമരം ശക്തി ആർജിച്ച ശേഷം താൻ തന്നെയാണ് പ്രധാനമന്ത്രിയോട് രാജിവെക്കാം എന്നുള്ള രാജി സന്നദ്ധത അറിയിച്ചത്. പ്രധാനമന്ത്രി ഈ കാര്യം അംഗീകരിക്കുകയായിരുന്നു എന്നടക്കം ധർമ്മേന്ദ്ര പ്രധാൻ ഈ ഒരു പ്രസംഗത്തിനിടെ സംസാരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു അടുത്ത കാലത്തിനിടയിൽ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സമരമായിരുന്നു ജന്തർ മന്ദറിൽ ഡൽഹിയിലും അതേപോലെ തന്നെ രാജ്യവ്യാപകമായിട്ടും നീറ്റ് ക്രമക്കേടുകൾക്കെതിരെ അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും പുതിയ വിദ്യാഭ്യാസ മന്ത്രി വരികയും എല്ലാം ചെയ്തു. എന്നിട്ടും രാജിക്ക് ശേഷം ധർമ്മേന്ദ്ര പ്രധാനോ അല്ലെങ്കിൽ ജന്തർ മന്ദറിൽ നടന്നിട്ടുള്ള ആ ഒരു പോലീസ് അതിക്രമത്തിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ ഒന്നും പരസ്യ പ്രതികരണമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രതികരണം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം രാജിവെച്ച് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ധർമ്മേന്ദ്ര പ്രധാൻ പരസ്യ പ്രതികരണവുമായിട്ട് രംഗത്ത് വരുന്നത്. ഏതായാലും തൻ്റെ ജന്മനാട്ടിൽ തന്നെ താൻ തന്നെയാണ് രാജിക്ക് ഒരുങ്ങിയത് അല്ലെങ്കിൽ താൻ തന്നെയാണ് സന്നദ്ധത അറിയിച്ചത്. കൂടാതെ താൻ ഒഡീഷയ്ക്ക് നാണം കേടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒഡീഷയിലേക്ക് എത്തുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ വിമാനത്താവളത്തിൽ എത്തുന്ന സമയത്ത് ബിജു ജനതാദൾ അടക്കമുള്ള പാർട്ടികൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. നീറ്റ് ക്രമക്കേടിൽ ജീവനൊടുക്കിയിട്ടുള്ള 20ഓളം കുട്ടികളുടെ ജീവന് സമാധാനം പറയേണ്ടത് ധർമ്മേന്ദ്ര പ്രധാനാണ്. അതുകൊണ്ട് ഒഡീഷയിലേക്ക് വരേണ്ടതില്ല, ഗോബാക്ക് വിളികളടക്കം മുഴക്കിയിട്ട് ബിജു ജനതാദൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം. ഓക്കെ, അപ്പം ധർമ്മേന്ദ്ര പ്രധാന്റെ വിശദീകരണം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ അൽത്താഫ്.